ഹലോ ഗൈസ്. ഹായ്. അപ്പൊ എന്തുകൊണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ എന്താണ് പരിപാടി എന്ന് ചോദിച്ചു കഴിഞ്ഞാല്, നമ്മളിപ്പം ഒരു യാത്രയിലാണ്. വലിയ യാത്രയൊന്നുമല്ല, ബൈക്കിന്റെ ടയർ ഒന്ന് മാറ്റാൻ വേണ്ടി പോവുക. അതെ. അപ്പൊ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും വ്ളോഗ് എടുത്തേക്കാം, കുഞ്ഞൊരു സംഭവമല്ലേ, അപ്പൊ ഒന്ന് വ്ളോഗ് എടുത്തേക്കാം എന്ന് വിചാരിച്ചു. ഒന്നുമില്ല, കുറെ കാലമായിട്ട് എന്താണ് ടയർ തേഞ്ഞ് എപ്പോ വേണമെങ്കിലും ഞങ്ങൾ റോഡിൽ കിടക്കുന്ന അവസ്ഥയായിരിക്കും. അതെ, വേറെ ഒന്നും കൊണ്ടല്ല, കുറച്ച് ദൂരം കൂടെ ഓടും അല്ലേ? കുറച്ച് ദൂരങ്ങൾ ഓടത്തൊന്നും ഇല്ല. ഇന്നലെ അമ്മ പറയുന്ന കേട്ടോ, ഇന്നലെ 2-3 തവണ നമ്മള് തെന്നിപ്പോയി. എന്തായാലും വിചാരിച്ചു ഇന്നങ്ങ് മാറ്റാന്ന്. ഞാൻ കാണിച്ചു തരാം, ടയറിന്റെ ഒരു കോലം ഒന്ന് കാണിച്ചു കൊടുക്കാം, അപ്പം മനസ്സിലാവും എന്താ അത്. വേറൊന്നും കൊണ്ടല്ല, നല്ല വെയിലായതുകൊണ്ട് ഞാൻ മാറിയില്ല. ഇപ്പൊ മഴ വരുവാണ്, മഴയാകുമ്പോഴത്തേക്ക് തെന്നല് കൂടുതലായിരിക്കും. മഴയൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്ക് കാണിച്ചു തരാം എങ്ങനെയാണ്. അപ്പൊ നമുക്ക് ഇറങ്ങാം. ഞാൻ ടയർ കാണിച്ചു കൊടുത്തില്ല, നീ ഒന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്ക്. അല്ലേ, കാണുമ്പോ മനസ്സിലാവും. വലിയ വീഡിയോ ഒന്നുമല്ല, കുഞ്ഞു വീഡിയോ. ഞാൻ എല്ലാം നമ്മൾ അങ്ങനെ പറയുന്നത് കുഞ്ഞു വീഡിയോ ആണ്, പക്ഷെ ചിലതൊക്കെ വലുതായി പോകാറുണ്ട്. അതെ, സംഭവം വേറൊന്നും ഇല്ല. അതൊന്നും മാറിയില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ശരിയാവത്തില്ല. വല്ല റോഡിലും അങ്ങനെ തെന്നി വീണ് കഴിഞ്ഞാൽ പിന്നെ നമുക്കൊരിടത്ത് വരെ പോകാനുണ്ട്, അത് പറഞ്ഞില്ല. അത് അടുത്തൊരു വ്ളോഗിൽ നമ്മൾ പറയും. അതെ, നമ്മൾ ഇത്തിരി ദൂരെയാണ് പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. കാണുന്ന പലർക്കും അയ്യോ ഇതാണ് ഇത്ര വലിയ ദൂരം എന്ന് തോന്നുന്നവരുണ്ടായിരിക്കും, പക്ഷെ ഇത്രയും ദൂരെ പോകുന്നോ എന്ന് ചിന്തിക്കുന്നവരും കാണും. സ്റ്റേറ്റ് വിടും. അതെ, സ്റ്റേറ്റ് മാറും, അത്രേ ഉള്ളൊരു ക്ലൂ. സ്റ്റേറ്റ് എന്തായാലും മാറും. അപ്പൊ എന്തായാലും നമുക്ക് ഇറങ്ങിയാലോ. നിങ്ങളെ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് ഒന്ന് വെള്ളം ഒഴിക്കാന്ന് വിചാരിച്ചു. വെള്ളം അങ്ങ് ഉണങ്ങിപ്പോയി, മുട്ടയായി. ഇവിടെയാണ് വന്നത്. അങ്ങനെ ഏട്ടൻ പോയി ടയറൊക്കെ എടുത്തിട്ട് വരുവാ. കിട്ടി. ഞാൻ കാണിച്ചു തരാം ഏത് ടയറാ എടുത്തെന്നുള്ളത് കാണിച്ചു തരാം. സാധനമൊക്കെ എടുത്ത് വെച്ച് ചെയ്താന്ന് കാണിച്ചു തരാം. എടുത്തത് നമ്മുടെ സിയറ്റിന്റെ ടയറാട്ടോ. MRF ആണ് നമ്മുടെ വണ്ടിയിൽ കടന്നത്, പക്ഷെ ഇപ്പം ഞാൻ എടുത്തത് സിയറ്റിന്റെ ടയറാണ്. ഇതാണ് ഡിസൈൻ വരുന്നത്, ഈ സംഭവം കേട്ടോ. ഇതിനിപ്പോൾ ഒരു 3 ഇയർ വാറണ്ടിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ ഞാൻ വെച്ച് ഇത് തന്നെ എടുക്കാമെന്ന് വെച്ചു. എടുത്തിങ്ങനെ വെച്ചേക്കുവാണ്. ഇനി കൊണ്ടുപോയി ടയർ മാറണം. ഇവിടെ ചേഞ്ച് ചെയ്യത്തില്ല, നമ്മളിനി കൊണ്ടുപോയി ചേഞ്ച് ചെയ്ത് സാധനം സെറ്റാക്കി എടുക്കണം. പിന്നെ ബില്ലൊക്കെ പേ ചെയ്തിട്ട് വരാം. ഓക്കെ, അങ്ങനെ നമ്മുടെ ടയറുമായിട്ട് വന്നിരിക്കുന്നതാണ്ടേ. ബില്ല് കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ ഒറിജിനൽ പ്രൈസ് ഞാൻ പറയുന്നില്ല, കാര്യം ഇത് ഞാൻ സ്ഥിരം മേടിക്കുന്ന കടയാണ്. അത്യാവശ്യം നല്ല ഡിസ്കൗണ്ടിലാണ് കിട്ടിയിരിക്കുന്നത്. സിയറ്റിൻ്റെ ടയർ ആകുമ്പോൾ എല്ലാവർക്കും ഏകദേശം റേറ്റ് ഒക്കെ അറിയായിരിക്കും. സിയറ്റിൻ്റെ ആകുമ്പോൾ ഏകദേശം പ്രൈസ് ഒക്കെ അറിയായിരിക്കും. വിത്ത് ട്യൂബ് ഉള്ളതാട്ടോ. പക്ഷെ ഇങ്ങനെ നല്ല വലിപ്പം തോന്നുന്നു. ഇല്ല, സെയിമാ. 90 ഇത് തന്നെ സെയിം, വ്യത്യാസമൊന്നുമില്ല. നമ്മുടെ തന്നെയല്ലോ 90 നമ്മുടെ ടയർ 19 വലിപ്പം കുറവല്ലേ? അല്ല, MRF ഇട്ടിരിക്കുന്നത്. അപ്പൊ MRFനെ കാട്ടി റോഡ് ഗ്രിപ്പ് കൂടുതലും കുറച്ച് പ്രസൻസ് കാണാൻ ഭംഗിയുള്ളതും ഇതിനാണോ? അപ്പൊ ഇനിയിപ്പോ നമുക്ക് ഇത് കൊണ്ടുപോയി മാറ്റം. കട കാണിച്ചു കൊടുത്തായിരുന്നു. ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. കട കാണിച്ചു തരാം കേട്ടോ. സംഭവം ഞാൻ കാണിച്ചു തരാം. ഇവിടെ എല്ലാ ടയറും ഉണ്ട്. ഇതാണ് കട, അശോക ടയർസ്. നിങ്ങൾ വന്ന മതി. ഇവിടെ ഒരുവിധം എല്ലാ കമ്പനിയുടെ ടയർസും ഉണ്ട്. പിന്നെ കുറച്ച് ഇമ്പോർട്ടഡ് ടയർസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. എന്തായാലും ഉണ്ടെങ്കിൽ വിളിച്ചു നോക്കിയാൽ. നമ്മുടെ ഇത് സ്ഥലം കറക്റ്റ്. ഞാൻ എല്ലാ തവണ ഇവിടുന്ന് എടുക്കുന്നത്. ഞാൻ ഇത് കുറച്ച് ദിവസം മുമ്പ് ഞാൻ വന്ന് നോക്കിയതാ, പക്ഷേ എടുക്കാന്ന് മീൻസ് എടുത്തില്ല. കുറച്ചുകൂടെ ഓടിട്ടെന്ന് വിചാരിച്ചു. ഇനി ഇത് ഇവിടെ ഒരു കട ഉണ്ടെന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ നമുക്ക് വേറെ അടുത്തുണ്ട്, എവിടെയെങ്കിലും കൊണ്ട് ഫിക്സ് ചെയ്യാം. ഓക്കെ, പോവാം. അങ്ങനെ വണ്ടിക്ക് പുതിയ ടയറായി. ഷൂസ് മേടിക്കുന്നതാണോ? അതെ, നമ്മള് പറയത്തില്ല, നമ്മള് പുതിയ കമ്മലോ വളയൊക്കെ മേടിച്ചിരുന്ന വണ്ടിക്ക് ടയറായി. അതെ അതെ, നൈട്രജൻ ഉള്ളിടത്ത് പോകണം. അങ്ങനെ ഒരു വിഷയമുണ്ട്. കാര്യം നമ്മൾ നൈട്രജനെ കൂടുതൽ ഫില്ല് ചെയ്യുന്നു. അപ്പൊ നമുക്ക് അവിടെ പോയി എടുക്കാം. നടുക്ക് അങ്ങനെ വെച്ചോണ്ട് പ്രശ്നമൊന്നുമില്ല. ടയറും പിടിച്ചുകൊണ്ടിരിക്കുന്ന അച്ചു ഇങ്ങനെ കൊണ്ടുപോകാൻ പറ്റും, വേറെ മാർഗ്ഗമില്ല. ഇങ്ങനെ തന്നെ കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഈ ടയറൊക്കെ പിടിച്ച് ഞാൻ ഇരിക്കുവാണ്. ഈ ടയർ പിടിച്ചിരിക്കുന്നതിന് എനിക്ക് പൈസ വേണം. കൂലി ഉണ്ടല്ലേ? എന്താണ് കൂലി? ഞാനല്ല ഇവിടെ മാറ്റുമെന്ന് പറഞ്ഞു. നോക്കട്ടെ, ഏട്ടൻ തന്നെയാണ് ഫസ്റ്റ് പറഞ്ഞത് കൂലി ഉണ്ടെന്ന്. അപ്പൊ എന്താണ് എനിക്ക് തരാൻ ഉദ്ദേശിക്കുന്നത്? നമുക്ക് ഇവിടെ ചോദിച്ചു നോക്കാവേ. ഒരു മിനിറ്റ്. ടയർ ചേഞ്ച് ചെയ്യാൻ ഇവിടെ ഇറങ്ങുന്നിടത്ത് അതാ ഇവിടെ ടയർ കടയാ. പിന്നെ അവിടെ ഒരു ബസ് നല്ല പാടി വരുന്നുണ്ടാ. അയ്യോ, ഞാനിവിടെ സംസാരിച്ചോണ്ടിരുന്ന ആക്ച്വലി എന്താ അറിയോ,
അപ്പൊ നമ്മൾ ഇനിയിപ്പം ടയർ ചേഞ്ച് ചെയ്യാനായിട്ട് ക്യാമ്പിലോട്ട് പോകും അല്ലേ? അവിടെ പോയി ചെയ്യാം. മറ്റേ അവിടെ പറഞ്ഞെടുത്ത് ചോദിച്ചപ്പോഴത്തേക്ക് അവിടെ എന്തോ നൈട്രജൻ ഇല്ല അത് കാരണം ക്യാമ്പിലോട്ട് പോകുന്നു. അപ്പൊ ഇനി ക്യാമ്പിൽ എത്തിയിട്ട് കാണാം. ഓക്കെ, നമ്മൾ ഈ ടയർ മാറാൻ വേണ്ടിയിട്ട് നമ്മള് ക്യാമ്പിൽ വന്ന് വണ്ടി സെൻട്രൽ സ്റ്റാൻഡ് ഇട്ട് വെച്ചേക്കോ. ഇനിയിപ്പോ അറിയായിരിക്കും നമ്മള് പെട്രോൾ പമ്പ് വരുന്നു, ലെഫ്റ്റിലോട്ട് ഇവിടെ വന്ന് ഇത് ചെയ്യുന്നു. മിക്കവാറും ഇവിടെ വന്ന് നമ്മള് കാറ്റടിക്കുന്നതല്ലേ. അതെ. അപ്പൊ ഇനിയിപ്പോ ഇടയ്ക്ക് നമ്മള് കോളേത്തോട്ടിന്ന് പെട്രോൾ അടിക്കുമ്പോ അവിടുന്ന് നൈട്രജൻ ഫില്ല് ചെയ്യാറുണ്ട്, റീഫില്ല്. പിന്നെ ഇപ്പൊ ഇതൊന്ന് മാറി ഇപ്പൊ ഇതിൽ കൂടുതൽ എന്തായാലും ഈ ടയർ ഓടത്തില്ല അല്ലേ? അതെ. നമ്മള് ഇന്നലെ തെങ്ങിയോണ്ട് മാത്രം ഇന്ന് മാറാന്ന് ചോദിച്ചാൽ അല്ലെങ്കിൽ ഇപ്പോഴെങ്കിലും മാറത്തില്ല. അല്ല മാറണം, ഞാൻ കുറെ നാളുകൊണ്ട് വിചാരിക്കാൻ മാറണം. അത് തെങ്ങി മൊത്തം ഉരഞ്ഞു പോയി. നീ ഇല്ല, അത് മാറേണ്ട സമയം കഴിഞ്ഞു പോയി. നമ്മുടെ ടയർ ഇളക്കി തുടങ്ങി. നീ അത് ഫുള്ളായിട്ട് ഇത് ഇളക്കി എടുക്കും. നോക്കി, ഞാൻ ആദ്യമായിട്ട് ഇളക്കുന്നതാണ്. നോക്കി, ഇനിയിപ്പോ ഫുള്ളായിട്ട് ഇളക്കി എടുക്കും. ടയർ ഇളക്കാൻ സ്റ്റാർട്ട് ചെയ്തു. ടയർ ഇല്ല കേട്ടോ, നീ ഒട്ടുമില്ല, ടയർ മൊത്തം പോയി. ഇത് ഇത്ര ഓടിയത് ആൾക്കാർ കാണുമ്പോൾ വെച്ചിട്ട് എത്ര വർഷമായി കാണും? അങ്ങനെ വർഷത്തിന്റെ കണക്കല്ല ആക്ച്വലി. ഞാൻ ചോദിച്ച വർഷം എത്രയായിരുന്നു? വർഷം അറിയാൻ വയ്യ, പക്ഷേ വർഷത്തിന്റെ കണക്കല്ല, തേയുന്നതനുസരിച്ച് നമ്മൾ മാറി കൊടുക്കണം. അത് എനിക്കറിയാം, ഞാൻ അതല്ല ചോദിച്ചത്. എന്നാലും ഒരു 2 വർഷം. ഇതിന് മുമ്പത്തേതാണോ പെട്ടെന്ന് മാറ്റിയത്, ഇതാണോ പെട്ടെന്ന് മാറ്റിയത്? ഇതായിരിക്കും കുറെ കൂടെ ഓടി. ഇതാന്ന് തോന്നുന്നു കുറച്ചുകൂടെ ഓടിയത്. ഈ സെയിം കമ്പനിയുടെ തന്നെ ആയിരുന്നു കഴിഞ്ഞ പ്രാവശ്യം ഇട്ടിരുന്നത്. 2 പേരിരുന്ന കേട്ടോ. അത് ആ മുകളിലും താഴെയുള്ള ആ ഒരു നട്ട് കണ്ടോ, അത് ലൂസ് ചെയ്യുമോ കണ്ടോ, അത് ലൂസ് ചെയ്തിട്ട് ഇറക്കും. ഇച്ചിരി പണിയുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് മൊത്തം മാറിയിട്ട് കാണാം അല്ലേ? ജാക്കിൽ വെച്ചേക്കുന്ന നമുക്ക് ബൈക്ക് ജാക്കിൽ വെച്ചേക്കുന്നുണ്ടോ, കാറൊക്കെ ജാക്കിൽ വെച്ച് പൊക്കുന്ന നമുക്ക് ബൈക്ക് വെച്ചേക്കുന്നുണ്ടോ. ഇനിയിപ്പോൾ നമ്മുടെ ടയർ മാറാനായിട്ട് പോവുക, ഇളക്കാൻ പോവുക. ആണോ, കോലം കണ്ടോ ടയറിൻ്റെ. ഇളക്കി ബാക്കി ഇളക്കിയെടുക്കണം. എല്ലാ സൈഡും ലൂസാക്കി എടുത്ത് കണ്ട, മെഷീനകത്ത് വെച്ച് എല്ലാ സൈഡും ലൂസാക്കി എടുത്താണ്. ഇനി ബാക്കി ഇളക്കിയെടുക്കുന്നത് പഴയ രീതി, ഇങ്ങനെ കുത്തി ഇളക്കിയെടുക്കണം. ഇത് നമ്മളാണ് ഇത് ചെയ്യുന്നതെങ്കിൽ ഇതിനകത്ത് കിടക്കുന്ന ട്യൂബെല്ലാം കീറിപ്പോകും. എക്സ്പീരിയൻസ് ആയിട്ടുള്ളവർ ചെയ്ത് കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. ട്യൂബും ഒന്നും പറ്റത്തില്ല, ടയറിനൊന്നും പറ്റത്തില്ല. നമ്മൾ വലിയ കാര്യമായിട്ട് തങ്ങണം ചെയ്ത് കഴിഞ്ഞാൽ പണി എട്ടുണ്ട് ഉറപ്പായിട്ടില്ല. പഴയ ട്യൂബ് ട്യൂബല്ല ടയർ ഇളക്കി മാറ്റി പുതിയത് ഇടാനായിട്ട് പോവുക. ഇത് പുതിയ ടയർ ഇടാൻ പൗഡർ ഇടുന്നുണ്ടോ. ഇതാണ് പൗഡർ ഇടുന്നത് അകത്ത്. ഇപ്പൊ കണ്ട പൗഡർ ഇടുന്നുണ്ടോ, ഇതാണ് പൗഡർ. ഞാൻ പറഞ്ഞില്ലേ അത് ട്യൂബും അത് ടയറും തമ്മിലേ ഇത് ഉരസി ഇതാവാതിരിക്കാൻ വേണ്ടിയാ ഈ പൗഡർ ഇട്ട് കൊടുക്കുന്നത്. പൗഡർ ഇട്ടിട്ട് ഇനി അതിനകത്ത് ട്യൂബ് ഇടും. ആ ട്യൂബ് എടുത്തിട്ട് ആ ട്യൂബിലും പൗഡർ ഇടും. ആ ട്യൂബിനകത്തും പൗഡർ ഇട്ടിട്ടാ ഇടുന്നത്. ആ ട്യൂബിനകത്തും പൗഡർ ഇട്ടത് കണ്ടോ, അതിലും ഫുള്ള് ഇങ്ങനെ പൗഡർ ഇടും. പൗഡർ ഇട്ട് കഴിയുമ്പോഴത്തേക്ക് തമ്മിൽ ഉരസി പൊട്ടാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള. ഈ ലോറി കണ്ടോ ചൂ, പഴയ മോഹൻലാലിന്റെ സ്ഫടികം. ആണോ, ഇതാണ് സ്ഫടികം മോഡൽ ലോറി അല്ലേ? ഇവിടെയൊക്കെ കിടപ്പുണ്ട്. അതാണ് 1, 2 ഇതിനകത്ത് ഇഷ്ടം പോലെ കിടപ്പുണ്ട് ആ മോഡൽ ലോറികൾ. അത് ഇഷ്ടം പോലെ ഉണ്ട്. നമ്മുടെ ടയർ ഇവിടെ ഇട്ടുകൊണ്ട് ഇരിക്കുന്നതേ ഉള്ളൂ. ഇനി ഇട്ട് കഴിയണം, സമയമെടുക്കും. അവിടെ ജാക്കിപ്പുറത്ത് ഇരിപ്പുണ്ട് വണ്ടി. അതൊക്കെ എന്തിനാണെന്നറിയാമോ, ആ ടയറിന് ഇതിപ്പോൾ ടക്ക് ടക്കെന്ന് സൗണ്ട് കേൾക്കും നല്ല രീതിയിൽ ഫില്ല് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്. അപ്പോൾ എല്ലാ സൈഡും കറക്റ്റായിട്ട് വീഴും, കറക്റ്റ് തുറന്നു വരും. ഇതിനകത്ത് നൈട്രജൻ അടിക്കുക കണ്ട, ഇനി നൈട്രജൻ ഫില്ലാവും മൊത്തം. ഇതിനകത്ത് നൈട്രജൻ ആവും. നമ്മൾ നൈട്രജൻ ഇത് ടയർ സെറ്റ് ചെയ്ത് തുടങ്ങി. സെറ്റ് ചെയ്ത് അല്ല, ഈ വണ്ടി ഇതിനകത്ത് ടയർ കൊണ്ടുവന്നുണ്ടാ, അതെനിക്ക് വന്നേ തട്ടാൻ വേണ്ടിയിട്ടുള്ളതാന്ന് തോന്നുന്നു. ടിപ്പറിനകത്ത് കൊണ്ടുവന്ന് ടയർ കിട്ടുന്നുണ്ടോ. ഇത് ഇതും കൂടെ ഉള്ളതാ. നമുക്ക് ഇച്ചിരി ഇങ്ങോട്ട് മാറി നിന്നാലോ, അങ്ങോട്ട് പോയി നിൽക്കാം. അല്ല, ഇങ്ങനെ എന്നാലും കുഴപ്പമില്ല, ഇത് പോത്തില്ലായിരിക്കാം. ഇത് JCBയുടെ ടയറാന്ന് തോന്നുന്നു കണ്ടിട്ട്. ഇതിൻ്റെ ഇടയിൽ നമ്മുടെ വണ്ടിയുടെ അവിടെ പണി നടന്നുകൊണ്ടിരിക്കുക കേട്ടോ സൈഡിൽ. ഇതിനിങ്ങനെ തട്ടി ഇവിടെ ഇടാനായിട്ടുള്ള പണിയും നടന്നുകൊണ്ടിരിക്കുക. 4 ടയർ എവിടെ അത് കണ്ട, പേടിച്ചോ? നമ്മുടെ വണ്ടിയുടെ പണി കഴിഞ്ഞു കേട്ടോ.
നമ്മള് ടയറൊക്കെ മാറി, പിന്നെ ബാലൻസ് വീഡിയോ എടുക്കാൻ അതെ, പറ്റും. ബാലൻസ് വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല. ഇപ്പം എനിക്കൊന്ന് 2-3 ദിവസം കഴിഞ്ഞാണ്. അതെ. ഇപ്പൊ നമ്മള് വീട്ടിലെത്തി പൂവൊക്കെ പിച്ചു. ഇവിടെ ഇഷ്ടം പോലെ മുല്ലപ്പൂ മഴ പെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് മുല്ല നല്ലോണം അങ്ങ് പിടിച്ചു, നല്ലപോലെ വിളിച്ചു. അപ്പം നല്ലതുപോലെ പിടിച്ചു. ഇത് കണ്ടോ, എല്ലാത്തിനകത്തും ഇങ്ങനെ ശരിക്കും മുട്ടുണ്ട്. ഈ മുല്ല 2 തട്ടായിട്ട് നിൽക്കുന്ന മുല്ല, അത് വിലസി വരുമ്പോഴേ അറിയാൻ പറ്റൂ. 2 തട്ടായിട്ടുള്ള മുല്ലപ്പൂവാ. ഇത് മാത്രല്ല, ബാക്കിലോട്ട് കുറേ സാധനങ്ങൾ നിൽപ്പുണ്ടല്ലേടാ. അതെ, എന്തൊക്കെയാ ബാക്കിൽ നിൽക്കുന്നത്? ചീനി ഉണ്ട്, അങ്ങനെ ഒരുപാട് ഐറ്റം ഉണ്ട്. ചീനി, ചേമ്പ്, കാച്ചില്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റം ഇല്ലേ? ഉണ്ട്. എന്താണ്ടൊക്കെ നിൽപ്പുണ്ട്. പിന്നെ ഈ ഒരു സംഭവം, ഇതെന്തുവായിരുന്നു? ഇത് മറ്റേ ഇതല്ലേ? മറ്റേ ഇതാന്ന് തോന്നുന്നു. എന്ത്, ഈത്തപ്പഴത്തിന്റെ ആണെന്ന് തോന്നുന്നു. എനിക്ക് കറക്റ്റ് അറിയത്തില്ല. അച്ഛനെ അറിയത്തുള്ളൂ. ഈ സാധനം എനിക്കറിയാം. ഈ നിൽക്കുന്ന ഈ സംഭവം എന്തോന്ന് എനിക്കറിയാം. ഇത് 1 2 ഇവിടെ ഉണ്ട്, ഒരു 3 എണ്ണം ഉണ്ട്. ഇതെന്തോന്ന്, അതെന്തോന്ന് അച്ഛൻ അറിയാവോ? ഈ 3 എണ്ണം നിൽക്കുന്ന അത് നമ്മള് ചെറീസിന്ന് കൊണ്ടുവന്നേ. ഈ വീഡിയോയ്ക്കും ഔട്ട്ഡോർ എടുത്തിട്ടില്ല. അതെ, നമ്മളിപ്പോ 2-3 ദിവസം കഴിഞ്ഞാണ് ഇതിന്റെ എടുക്കുന്നത് തന്നെ സംഭവം. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മള് ടയറൊക്കെ മാറി കഴിഞ്ഞ് മഴയായിരുന്നു. അതെ, പിന്നെ നമുക്ക് വീഡിയോ കണ്ടിന്യൂ ചെയ്യാൻ പറ്റിയില്ല. അവിടെ വെച്ച് നമ്മൾ സ്റ്റോപ്പ് ചെയ്തു, നേരെ വീട്ടിൽ പോയി. ഇന്നിപ്പം ഒന്ന് ഫ്രീ ആയപ്പോഴാ എടുത്തു നോക്കിയപ്പോഴത്തേക്ക് ഔട്ട്ഡോർ ഇല്ല, ഒന്നുമില്ല. നമ്മള് വൈൻഡപ്പ് ചെയ്തേ ഒന്നുമില്ല. അപ്പൊ എന്തായാലും ഈ ഒരു കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോസ് ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പൊ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം. അതിനു മുമ്പ് നമ്മുടെ ഇൻസ്റ്റാഗ്രാം പേജും കൂടെ ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട. ഇൻസ്റ്റാഗ്രാം പേജ് എല്ലാവരും ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ. അപ്പൊ അടുത്ത വീഡിയോ കാണാം. ബൈ. താങ്ക് യു.